കൃഷ്ണ ഗുരുവായൂരപ്പാ ശരണം. ഇന്ന് ഉച്ചപൂജ തൊഴുതു. വളരെ സന്തോഷമാണ്. ഇന്ന് ഉച്ചപൂജ ഉണ്ടായത് മേൽശാന്തി പള്ളിശ്ശേരി മധുസൂദനൻ നമ്പൂതിരിയാണ്. ഇന്ന് കളഭാലങ്കാരുണ്ടായത് പഴയം സുമേഷ് ഓദിക്കനാണ്. ഇന്ന് കാളിയമർദ്ദകനായിട്ടാണ് അവിടെ അങ്ങനെ ആ ശ്രീലകത്ത് രൂപം ചാർത്തിയിട്ടുള്ളത്. ആ കാളിയം പാമ്പിൻ്റെ മുകളിലിങ്ങനെ ആ രണ്ട് കാലും വെച്ചിട്ട് ആ നൃത്തം ചെയ്യുന്ന ആ പൊന്നുണ്ണിക്കണ്ണനായിട്ടാണ് ചാർത്തിയിട്ടുള്ളത്. ആ കാളിയമ്പാമ്പിൻ്റെ ആ ഒരു തലയിൽ അതാ ശരിക്കും ചുവന്ന പട്ടിങ്ങനെ കൊടുത്തിട്ടിങ്ങനെ ആ പാമ്പിൻ്റെ പടം നിൽക്കുന്ന പോലെയൊക്കെയാണ്. വളരെ കേമായിട്ട് അതിങ്ങനെ ചാർത്തിയിട്ടുണ്ട്. കാളിയമ്പാമ്പിൻ്റെ ആ വാല് ഇടത്തെ കയ്യിൽ പിടിച്ചിട്ട് ഒന്നുകൂടി ഇങ്ങനെ പിടിച്ചിട്ടാണ് പിടിച്ചിങ്ങനെ വലിച്ചിട്ട് അതിൻ്റെ മുകളിൽ ചവിട്ടി ഇങ്ങനെ നിന്നിട്ട ആ വലത്തെ കയ്യിൽ ആ ഓടക്കുഴലും ഉണ്ട്, തോൾവളകളുണ്ട്, കൈവളകളുണ്ട്. വളരെ സന്തോഷമായിട്ടാണ് ആ നിൽക്കുന്നത്. നല്ലൊരു പുഞ്ചിരിയുണ്ട്, കാരണം നൃത്തം ചവിട്ടുകയാണ് ആളെ. അപ്പോൾ ആ പാമ്പിൻ്റെ തലയിലൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ദർപ്പം അടക്കല്ലേ, അഹങ്കാരത്തെ അടക്കുകയാണ്. കാളിയൻ്റെ അഹങ്കാരത്തെ അടക്കിയിട്ടുള്ള ആ ഒരു അതിലാണ് എല്ലാതും ഞാൻ തന്നെ എന്ന് പറഞ്ഞ ആ ഉണ്ണിക്കണ്ണനാണ് നിൽക്കുന്നത്. ആ ശ്രീലകത്ത് ഇങ്ങനെ കാണുക എന്ന് വെച്ചാൽ എന്താ രസം. ആ ഒരു ശ്രീലകത്തെ ആ നിലവിളക്കിൻ്റെ ആ നെയ്വിളക്കിൻ്റെ പ്രഭയിലിങ്ങനെ ആ പുഞ്ചിരി ഇങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ കാണുന്നു, നമ്മളെ നോക്കി ചിരിക്കുകയാണ്. എല്ലാതും ആരുടെയും അഹങ്കാരം, എല്ലാ അഹങ്കാരവും ഞാൻ ശമിപ്പിക്കും എന്ന് പറയുന്ന ആ ഒരു വിധത്തിലാണ് ഇന്ന് ശ്രീലകത്ത് ഗുരുവായൂരപ്പൻ്റെ ആ ഉണ്ണിക്കണ്ണൻ നിൽക്കുന്നത്. വളരെ കേമായിട്ട് അതിങ്ങനെ സുമേഷ് ഓദിക്കാൻ ചാർത്തിയിട്ടുമുണ്ട്. വിധാനമായിട്ട് നല്ല മാലകളുണ്ട്, എല്ലാം കൊണ്ടും സ്വർണ്ണഗോപിയുണ്ട്. നല്ല സന്തോഷമായിട്ടുള്ള ആ ഒരു പ്രകൃതത്തിലാണ്. അപ്പോൾ എന്നെ ശ്രവിക്കുന്ന എല്ലാവരും ഇന്നിപ്പോൾ നമ്മൾ ആ ഗുരുവായൂർ അമ്പലനടയിൽ അങ്ങനെ ചെന്നിട്ട് ആ സോപാനപ്പടിയിൽ നിന്നിട്ട് ആ ശ്രീലകത്തേക്ക് നോക്കി തൊഴുന്ന പോലെ മനസ്സിൽ പ്രാർത്ഥിക്കുക. ആ ഗുരുവായൂരപ്പൻ്റെ ആ കാളിയമർദ്ദകൻ്റെ ആ ഒരു രൂപം മനസ്സിൽ ധ്യാനിച്ച് അങ്ങനെ പ്രാർത്ഥിക്കുക. അപ്പോൾ നമ്മളൊപ്പം ഉണ്ടാവും ഗുരുവായൂരപ്പൻ. നമ്മളെ എല്ലാ കാര്യത്തിലും നമ്മളെ തുണയ്ക്കും. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണമക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ.